എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SCERT ചാപ്റ്ററുകൾ ഇതുവരെ പഠിക്കാത്തവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ SCERT ചാപ്റ്ററുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ LGSൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു എക്സാം. അതിനകത്ത് വരെ പുതിയ SCERT എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ പറയുന്നതാണ്. SCERT പഠിച്ചു തുടങ്ങണം, കൃത്യതയോടെ പഠിക്കണം. എല്ലാ എക്സാമുകൾക്ക് നിന്നും അതിനകത്ത് ചോദ്യങ്ങൾ വരും. അത്രയ്ക്ക് ഉള്ളിലുള്ള പുതിയ കണ്ടന്റുകളുണ്ട് അതിനകത്ത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അടുത്തിടെ ചോദിച്ചൊരു ചോദ്യമാണ് 62/2026. ഈ ഒരു ചോദ്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം SCERT എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അതും പുതിയ SCERTയിൽ നിന്ന് പാഠങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഓരോ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടും. അപ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ SCERT പഠിച്ചേ പറ്റൂ എന്ന്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി ഡാഷ് ആയിരുന്നു. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് SCERT എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, ഓക്കെ. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. സോ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ് അഭയാർത്ഥികളുടെ പുനരധിവാസമുണ്ട്, അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. എന്താ ഇവിടെ കൊടുത്തേക്കുന്ന പോയിന്റ് കണ്ടല്ലേ, അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെന്താ, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേരൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ് ഘടന ശക്തിപ്പെടുത്തൽ. കണ്ടോ, ഇന്ത്യൻ സമ്പദ് ഘടന ശക്തിപ്പെടുത്തൽ. ഇതേ പോയിന്റ് തന്നെയല്ലേ, ഇതേ പോയിന്റ് തന്നെ അല്ലേടേ. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. വിദേശ നയം രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലേ. എന്തുമാത്രം ഇല്ല, സി ഇല്ല അല്ലേ. ഇപ്പം ഇതിൽ സി ഉണ്ട്, ഇതിൽ സി ഉണ്ട്, ഇതിൽ സി ഉണ്ട്. സി ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. DAB ആണ്. പുതിയ 2026 എക്സാം നടന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. പുതിയ എക്സാം നടന്നിട്ട് 1 മാസം പോലും ആയില്ല. പുതിയ ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇതുപോലത്തുള്ള പല ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അടുത്ത അതേ എക്സാമിന് ജയിച്ച മറ്റൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിലാണ് അല്ലെ. പശ്ചിമ ബംഗാളിലല്ലേ. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോടെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ഇനി ബ്രിട്ടന്റെ സഹായത്തോടെ ബിലായി. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ബിലായി അല്ലേ. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിലായി ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ സോവിയറ്റ് യൂണിയൻ 2 ഉണ്ട് അല്ലേ. ബൊക്കാറയും ബിലായിയും എന്താണ്? സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലം ജർമ്മനിയുടെ സഹായത്താൽ ഒഡീഷയിൽ സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പം എവിടെ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഏതാ? ബിയും സിയും തെറ്റാണെങ്കിൽ എയും ഡിയും ശരിയായ ഓപ്ഷൻ ആണ്. ആൻസർ ഏതാ? കണ്ടോ, ഡിയും എയും അങ്ങനെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ണ് തുറന്ന് നോക്കിയാലേ ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാ. തെറ്റായ പ്രസ്താവനയാണെന്ന് ആദ്യമേ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20. അത് തെറ്റാണ് അല്ലേ. ഓഗസ്റ്റ് 20 അല്ല ഇന്ത്യൻ ബഹിരാകാശ ദിനം. പിന്നെന്താണ്? ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനം അല്ലെ. ദേശീയ ബഹിരാകാശ ദിനം എന്തിനു വേണ്ടിയാ? നമ്മുടെ ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രയാൻ 3യുടെ വിജയത്തെ തുടർന്നാണ് ആ ഓഗസ്റ്റ് 23 ആ ദിനം എടുത്തിരിക്കുന്നത്. അപ്പം തെറ്റായ പ്രസ്താവനയാണ് എ. തെറ്റായതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എ ഉള്ള ഓപ്ഷൻ എല്ലാത്തിനകത്തും എ ഉണ്ട്. എല്ലാത്തിനകത്തും എ ഉണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വായിക്കാം.
ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ICRT കൊടുത്തിരിക്കുന്നത് കണ്ടോ, 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപ ദൗത്യം. അപ്പം ഇതും തെറ്റാണ്. അപ്പം ബി ഉള്ളത് നമുക്ക് വേണം. അപ്പം ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ എല്ലാത്തിനകത്തും ബി ഉണ്ട്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012 2013 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അല്ലേ. അപ്പം എയും ബിയും സിയും തെറ്റാണ്. എയും ബിയും സിയും തെറ്റാണെങ്കിൽ നമ്മുടെ അവസാനം 2 ഓപ്ഷനിൽ വന്ന് നിന്നിട്ടുണ്ട്. ഏതൊക്കെയാ? സിയും ഡിയിലേയും വന്നിട്ടുണ്ട്. അപ്പം ഡി പ്രസ്താവന എന്ന് വായിക്കാം. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൗര ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥ പഠനത്തിനും വേണ്ടിയാണ്. അതേ സെന്റൻസ് അല്ലേ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അതേ സെന്റൻസ് തന്നെയല്ലേ. സൗര ഗവേഷണ ദൗത്യവും ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്ന ലക്ഷ്യമാക്കി ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. അപ്പൊ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അപ്പം 3 തെറ്റാണ് അല്ലെ. അപ്പം ഡി ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തിലേക്ക് എത്താം? സിയിലേക്ക് എത്താം. സി എന്ന് പറയുന്നത് എയും തെറ്റാണ്, ബിയും തെറ്റാണ്, സിയും തെറ്റാണ്. അത് കറക്റ്റാക്കി പഠിച്ചേ. ഓഗസ്റ്റ് 23 1975 ആര്യഭട്ട, 2013 മംഗൾയാൻ. കേട്ടോ, ഇത് പുതിയ SCRT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോഷ്യൽ സയൻസിന്റെ പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? നമുക്കറിയാവുന്നതാണ്. ഏതാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്ററാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹം? എവിടെ മുതൽ എവിടെ? വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ആര് നടത്തിയത്? മന്നത്ത് പത്മനാഭൻ. ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്ന് പഠിച്ചേ. 1924 മാർച്ച് 30. ഇനി ആരൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ? TK മാധവൻ, KK എളപ്പൻ, KP കേശവമേനോൻ. കേട്ടോ, KP കേശവമേനോൻ. ഇനി എന്നാണ് സത്യാഗ്രഹം അവസാനിച്ചത്? 1925 നവംബർ 23. പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും SCRTന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ആൻസർ ദാ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് എന്ത് ചെയ്ത്? വിമാനം പോയി അല്ലേ. അങ്ങനെയാണ് വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇതും പുതിയ SCRTക്കകത്തുള്ള കാര്യങ്ങളാണ്, ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായിട്ടും ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പോയിന്റുകൾ കിട്ടൂ. മനസ്സിലായോ? സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ച ഡേറ്റ് എന്നാണ്. ഇതും SCRTക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാണ്? 1998 മെയ് 17. 1998 മെയ് 17. ബാക്കിയുള്ള സെന്റൻസ് കൂടെ ഒന്ന് പഠിച്ചു പോയേ. ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ ടാക്സി, ജനകീയ ഹോട്ടൽ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവിടങ്ങളിലും കുടുംബശ്രീയിലെ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ. അതുപോലെ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കുടുംബശ്രീയുടെ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പുതിയ SCRT പഠിക്കുന്നവർക്ക് ഈ ഒരു ചോദ്യങ്ങളുടെ ആൻസറുകൾ ഇവിടുന്ന് ഇനിയും ചോദ്യങ്ങൾ വരും, ഇനിയും ആൻസറുകൾ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തതിലേക്ക് വരാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്നത് ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കീബുൾ ലഞ്ചാവു ആണല്ലേ. കീബുൾ ലഞ്ചാവു ആണ്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്ക് എവിടെയാണ്? മണിപ്പൂരാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് കീബുൾ ലഞ്ചാവു എന്ന ചലിക്കുന്ന
ദേശീയ ഉദ്യാനം. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, എന്താണ് ഇവിടുത്തെ പുംഡി എന്ന് പറയുന്ന തുരുത്ത് എന്തുമായി ബന്ധപ്പെട്ടയാണ് അല്ലേ? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണ് കൊണ്ടും രൂപപ്പെട്ട തുരുത്തുകളെയാണ് പുംഡി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഇനമാണ്. അതുപോലെ റംസാർ പട്ടികയിൽ കൂടി ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തോടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? ഇവിടെ ഓപ്ഷനുകൾ കൃത്യമായിട്ട് അറിയാവുന്നവരെ പഠിക്കാൻ പറ്റൂ. കൃത്യമായിട്ട് നോക്കണം. SCERT കൊടുത്തേക്കുന്നത് കണ്ടോ? 270 മുതൽ 280 ദിവസമാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 270 മുതൽ 280 ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം കൃത്യമായിട്ടും ഡേറ്റ് കൂടെ പഠിക്കുക. നമ്മൾ 1792 മാത്രമേ പഠിക്കുന്നുള്ളൂ. ഡേറ്റ് കൂടെ പഠിച്ചേ. മാർച്ച് 18. എല്ലായിടത്തും മാർച്ച് 18 കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ പുതിയ SCERT-ലാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നതാണ് ശ്രീരംഗപട്ടണം. 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളാണ്. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ധമനിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എഴുതുക. പുതിയ ക്വസ്റ്റ്യൻ. പുതിയ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. നോക്കിക്കോണേ. എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. അത് ധമനിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ധമനിയല്ല, അത് സിരയിലാണ്. വാൽവുകൾ കാണപ്പെടുന്നു എന്ന് എഴുതിയേക്കുന്നത് എവിടെയാണ്? സിരയിലാണ്. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള ഭിത്തിയാണ് അല്ലേ? ധമനി എന്ന് പറയുന്നത് ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമാണ്. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു എന്ന് ഇവിടെ സെന്റൻസിനകത്ത് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ടും പുതിയ SCERT പഠിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ, ഈ പോയിന്റുകൾ ഇതുപോലെ കിട്ടൂ. തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ എന്തുണ്ടാകുന്നത്? റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എന്താണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കണേ. ഇനി അടുത്തതിലേക്ക് വരാം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് കൃത്യമായിട്ട് ഇതേ സെന്റൻസ് തന്നെ എവിടെ എടുത്തിട്ടുണ്ട്? 9ാം ക്ലാസ്സിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിനകത്ത് എടുത്തിട്ടുണ്ട്. നോക്കേ, നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? സോ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യതയോടെ പഠിച്ചേ പറ്റൂ. SCERT പോയിന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിൽ ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യനുകളും GK-യിലും വരുന്നത് എവിടുന്നാ? SCERT-നാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 249 രൂപ മാത്രമുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ അഡ്വാൻസ് പറഞ്ഞു തരാം. എങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി വെക്കുക. ഈ കോഴ്സിന് എങ്ങനെയാണ് 249 രൂപയ്ക്ക് എന്താണ് ചുമ്മാ നോട്ട് കൊടുക്കുകയല്ല, കൃത്യമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ എങ്ങനെയാണോ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കാം. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ട് ഉണ്ടായിരിക്കാം. ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു ഷോർട്ട് നോട്ട്. എന്തിനു വേണ്ടിയാ? റിവിഷൻ കാര്യത്തിൽ വീണ്ടും ടെക്സ്റ്റ് എടുത്ത് വായിക്കേണ്ട ആ റിവിഷൻ സമയത്ത് ആ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറുകൾ പെട്ടെന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യ പേപ്പർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഒരു പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ആഡ് ചെയ്യും. പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അവിടെ ആഡ് ചെയ്യും. അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തിലുള്ള വീഡിയോ ക്ലാസ് യൂട്യൂബ് വഴിയായിരിക്കും കിട്ടുന്നത്. പെയ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള യൂട്യൂബ് ക്ലാസ് ഉണ്ടായിരിക്കും. കൃത്യതയോടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് പെയ്ഡ് ചെയ്തവർക്ക് മാത്രം കാണുന്ന രീതിയിൽ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിലായിരിക്കും അവിടെ റെക്കോർഡിംഗ് ക്ലാസ് കിട്ടും. പിന്നീട് ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. സോ
അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇനി വരുന്ന ഇതിൻ്റെ ഡ്യൂറേഷനൂടെ പറഞ്ഞു തരാം. ഇനി നമ്മൾ വരാൻ പോകുന്ന എക്സാമൊക്കെ എല്ലാം ഉപകാരപ്പെടുന്നതാണ്. അതായത് ഇനി 2027 LD ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റിന് വേണ്ടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടിയല്ല, മൊത്തം ഡ്യൂറേഷനാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെയാണ് ഡ്യൂറേഷൻ. അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് ഫീസ് അടയ്ക്കുവാണെങ്കിൽ ക്ലാസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ നമ്പർ ഇതാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ എമൗണ്ട് അയച്ചിട്ട് വാട്സാപ്പിൽ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ ഈ എമൗണ്ട് അയച്ചിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും.